എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സംസാരിക്കാൻ തോന്നിയൊരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഈ അടുത്ത സമയം വരെയുള്ള നമ്മുടെ പൊതുവായിട്ടുള്ള കടം അത് എത്രയാണെന്നറിയോ? അത് ഏകദേശം ഈ അടുത്ത സമയം വരെ ഏകദേശം 5 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിലാണ്. എത്രയാണ്? 5 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിലാണ് നമ്മളുടെ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ പൊതുകടം എന്ന് പറയുന്നത്. അത് പല രീതിയിലുള്ള കടങ്ങളാണ്. കിഫ്ബിയിൽ നിന്നൊക്കെ വായ്പയൊക്കെ എടുക്കുന്നതൊക്കെ ഉൾപ്പെടെ മറ്റ് ഇതര കാര്യങ്ങൾ എല്ലാം കൂടെ ചേർത്തിട്ടുള്ള കടമാണ് ഈ ഏകദേശം 5 ലക്ഷം കോടി രൂപയ്ക്ക് മേൽ വരിക എന്ന് പറയുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കണം, അതൊരു ചെറിയ സംഖ്യയൊന്നുമല്ല അല്ലേ? നമ്മളിങ്ങനെ പലപ്പോഴും ഈ വലിയ സംഖ്യകളിപ്പം ഇങ്ങനെ കേട്ട് പരിചയിച്ചതുകൊണ്ട് ഇത് പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക വലിപ്പം മനസ്സിലാവുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇത് 5 ലക്ഷം കോടി രൂപ എന്ന് പറയുമ്പോൾ അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ KSRTC കടമെന്ന് പറയുന്നത് ഏകദേശം 17,000 കോടിക്ക് മുകളിലാണ് KSRTCയുടെ കടം. അപ്പോൾ ഞാൻ ഇത് രണ്ടും പറഞ്ഞ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെൻറ് വന്നപ്പോൾ അവരുടെ ഒരു തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള എന്താ പറയുന്ന ഒരു വാഗ്ദാനം, അത് പ്രകാരം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്ര കൊടുത്തു. അതിനൊരു പേര് വിട്ടു അല്ലേ, പ്രിയദർശിനി. അപ്പോൾ എവിടെയാണ് ഈ സൗജന്യ യാത്ര കൊടുത്തത് എന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ? അവിടെ യാതൊരു മാനദണ്ഡങ്ങളും ഇല്ലാതെ എല്ലാ സ്ത്രീജനങ്ങൾക്കും സൗജന്യ യാത്ര കൊടുത്തത് എവിടെയാണ്? 17,000 കോടി രൂപയ്ക്ക് മുകളിൽ ഇപ്പോഴും കടം നിൽക്കുന്ന KSRTCയിൽ. ഇനി ഈ കടം മാത്രമല്ല, 17,000 കോടി രൂപയുടെ കടം മാത്രമല്ല KSRTCക്കുള്ളത്. ഒരു മാസം ഏകദേശം 125 കോടി രൂപ, അതായത് ഒരു വർഷം 1,500 കോടി രൂപയോളം സ്റ്റേറ്റ് ഗവൺമെൻറ് KSRTCക്ക് കൊടുക്കുന്നുണ്ട്. അവരുടെ ശമ്പളത്തിനും പെൻഷനും മറ്റു കാര്യങ്ങൾക്കും എല്ലാത്തിനുമായിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നിലനിർത്തിക്കൊണ്ട് പോകുന്നത് KSRTC. മനസ്സിലായില്ലേ? 1,500 കോടി രൂപ ഓരോ വർഷവും കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഈ KSRTC നിലനിന്ന് പോകുന്നത്. KSRTC എന്ന് പറയുന്നത് നഷ്ടത്തിലോടുന്നത്, അത് ശരിക്കും പറഞ്ഞാൽ അത് ഒരു ലാഭത്തിന് വേണ്ടി ഇല്ലെങ്കിൽ ഉള്ള ഒരു സ്ഥാപനമൊന്നും അല്ലല്ലോ KSRTC. അവരെ സംബന്ധിച്ച് അത് സകല റൂട്ടുകളിലും പോവുകയും കളക്ഷൻ ഇല്ലാത്ത റൂട്ടുകളിൽ ഓടുകയും ഒക്കെ ചെയ്യുന്ന, അപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ട് തന്നെ അവിടെ നഷ്ടം വരും. വലിയ ലാഭകരമൊന്നും ആവില്ല. പിന്നെ കെടുകാര്യസ്ഥത ഒരു സൈഡിലുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഇത്രയും കടത്തിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന KSRTCയിൽ എന്ത് ചെയ്തു? സ്ത്രീജനങ്ങൾക്ക് മുഴുവനും സൗജന്യ യാത്ര അനുവദിച്ചു. ഇനി ഈ സൗജന്യ യാത്രയ്ക്ക് KSRTCക്ക് ഉണ്ടാവുന്ന ബാധ്യത എന്ന് പറയുന്നത് ഏകദേശം 800 കോടി രൂപയാണ്. 800 കോടി രൂപ. ഈ 800 കോടി രൂപ എവിടെ നിന്നാണ് വകയിരുത്തുക? അത് ഗവൺമെൻറ് കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പ്രത്യേകിച്ച് മന്ത്രിയുടെ എന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതായത് ഈ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. KSRTC ഒരു രീതിയിലും അതിനെക്കുറിച്ച് ഓർത്ത് എന്ത് ചെയ്യേണ്ട, ബുദ്ധിമുട്ടണ്ട, അവർ വറി ചെയ്യേണ്ട, അത് ഗവൺമെൻറ് തരും. ഇത്രയും നിങ്ങൾക്ക് എത്ര നഷ്ടമുണ്ടോ അല്ലെങ്കിൽ എത്ര ബാധ്യത വരുന്നുണ്ടോ അത് തീർച്ചയായിട്ടും ഗവൺമെൻറ് പ്രത്യേകിച്ചില്ലെങ്കിലും ഈ നമ്മുടെ ഗതാഗത മന്ത്രിക്ക് പിന്നെ എന്താ പറയുന്നത്, അത് ഇപ്പം തന്നെ കണ്ടില്ലേ, ഭയങ്കര വിശാല ഹൃദയനായിട്ടുള്ള ആശാൻ എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെയാണ്. വളരെ ഉദാര മനസ്കരും വിശാല ഹൃദയനൊക്കെയാണ്. പിന്നെ എന്നുവെച്ചാൽ അതിൻ്റെ ഒരു വളരെ ഭയങ്കര മഹാമനസ്കതയുടെ ഒരു ഉദാഹരണം വേണമെങ്കിൽ ഞാൻ ഈ അടുത്ത സമയത്ത് അറിഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ഒരു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ളൊരു ഉദ്യോഗസ്ഥയുണ്ട്. അവരെ നല്ല അവരുടെ പിന്നെ സർവീസിലെ ഏറ്റവും എന്താ പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള സർവീസ് കാഴ്ചവെച്ചതിൻ്റെ പേരിൽ ഇപ്പോൾ സസ്പെൻഷനിലാണ്. അതിൻ്റെ 19 വണ്ടികളെങ്ങാണ്ട് ടെസ്റ്റ് ഒന്ന് നോക്കി പോലും ചെയ്യാതെ പാസ്സാക്കി വിട്ടു എന്ന വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കൊച്ചു കാര്യത്തിൻ്റെ പേരിൽ സസ്പെൻഷനിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥയാണ്. അവരെ ഇപ്പം ഈ മന്ത്രി വളരെ എന്താ പറയുന്നത് വിശാല മനസ്കായതുകൊണ്ട് ഇപ്പോൾ തിരിച്ചെടുക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ഒരു സംഘടന അവർ അതിന് പിന്നെ എതിർപ്പൊക്കെ പറയുകയും അതിനെ പ്രതിഷേധിക്കുകയൊക്കെ ചെയ്യുന്നു എന്നൊക്കെ അറിഞ്ഞു. പിന്നെ അതെന്തായെന്ന് അറിയത്തില്ല. ഇതേപോലെ തന്നെയായിരുന്നു, കണ്ടില്ലേ, നമ്മുടെ ഈ തൊട്ട്
അടുത്ത് തന്നെയുള്ള കൊട്ടാരക്കരയ്ക്ക് അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്താണ്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. അവിടെ തന്നെയാണ് ഇതേപോലെ നിരപരാധികളായിട്ടുള്ള 3 ജീവൻ, ഒരു കുഞ്ഞുൾപ്പെടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞുൾപ്പെടെ 3 ജീവൻ എന്ത് ചെയ്തു, ഒരു ടിപ്പർ അപകടത്തിൽ ആ ഒരു 3 ജീവിതങ്ങൾ നഷ്ടപ്പെട്ടു. അതും ആ ടിപ്പറിനും ഇതേപോലെ തന്നെ ഡ്രൈവറിന് ലൈസൻസ് ഇല്ല. ടിപ്പറിന് ഒരു രീതിയിലും നിരത്തിലിറക്കാൻ കൊള്ളാത്തൊരു വെഹിക്കിളാണത്. അതിനും എന്ത് ചെയ്തു, കണ്ണടച്ച് പിന്നെ എന്താ പറയുക, അതിനും ഇതേപോലെ ഈ പറഞ്ഞ അതിന് ഉത്തരവാദികളായിട്ടുള്ള 2 വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെ അതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്ത, എനിക്ക് തോന്നുന്നു 2 പേരാണെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അതിന് ഒരു രീതിയിലും ഫിറ്റ്നസ് കൊടുക്കാൻ പറ്റാത്ത ആ ഒരു വെഹിക്കിളിന് ഫിറ്റ്നസ് കൊടുത്ത് പുറത്തു വിട്ട 2 പേരെ സസ്പെൻഡ് ചെയ്തു എന്നാണ് ഞാൻ അറിഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഇവരെയൊക്കെ എന്താ പറയേണ്ടത്, സസ്പെൻഷനൊന്നും അല്ല, അതിനെ കൊലക്കുറ്റത്തിൻ്റെ പേരിൽ തന്നെ, കൊലക്കുറ്റം തന്നെ ഇവരുടെയൊക്കെ പേരിലെടുത്ത് ഇവരെയൊക്കെ എന്ത് ചെയ്യണം, സർവീസിൽ തന്നെ പുറത്തു കളയണം. ഇതാണ് വേണ്ടത്. അപ്പോൾ ഈ 19 വണ്ടികളൊക്കെ കണ്ണടച്ച് പാസ്സാക്കി വിടുന്ന ഉദ്യോഗസ്ഥയൊക്കെ തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ വിശാല മനസ്കതയുള്ള മിനിസ്റ്റർക്ക് മാത്രമേ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ കൂട്ടത്തിലൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം അപ്പോൾ ഇത്രയും കടം ഇങ്ങനെ പെരുകി നിൽക്കുന്ന KSRTCയിൽ സൗജന്യ യാത്ര അനുവദിക്കും. ഇതിൽ ഒരു ബസ്സിലെ ഈ പറയുന്ന KSRTCയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ രാത്രിയിൽ വരെ യാത്ര ചെയ്യുന്ന ഈ സ്ത്രീ ജനങ്ങളുടെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്രയും അതിൽ നിന്നും എത്ര പെർസെൻറ്റേജ്, ഇല്ലെങ്കിൽ അതിൽ നിന്ന് എത്ര ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ അവർ അർഹരാണ് അങ്ങനൊരു എന്താ പറയുന്ന ഒരു സൗജന്യ യാത്രയ്ക്ക്? അതിൽ എത്ര പേർക്ക് അതിനുള്ള ഒരു ആവശ്യകതയുണ്ടാവും? ഒരു പക്ഷേ ടോട്ടൽ നമ്മൾ എണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ത്രീജനങ്ങളുടെ പിന്നെ എണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു 2-3% അതിൽ ടോട്ടൽ എണ്ണത്തിൻ്റെ 2-3% മാത്രം, അത്ര പോലും വരുമോയെന്ന് എനിക്കറിയില്ല. അല്ലേ, 100 പേരെടുത്ത് കഴിഞ്ഞാൽ എത്ര പേര് കാണും അത്രയ്ക്ക് അത്യാവശ്യമുള്ളവർ? എനിക്ക് തോന്നുന്നില്ല. വളരെ കുറഞ്ഞ ഒരു ശതമാനം മാത്രം. അവർക്ക് മാത്രമേ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സൗജന്യ യാത്രയ്ക്ക് അവകാശമുള്ളൂ, അർഹതയുള്ളൂ, എന്ന് വെച്ചാൽ ആവശ്യകതയുള്ളൂ. അതെനിക്ക് തോന്നുന്നു മിക്ക സ്ത്രീജനങ്ങൾക്ക് അറിയാം. ഞാൻ പലപ്പോഴും പല സോഷ്യൽ മീഡിയാസിലും അവിടെ ഇവിടെയൊക്കെ കണ്ടു. കാരണം സ്ത്രീകൾ തന്നെ പറയുന്നുണ്ട് ഇതെന്തിനു വേണ്ടിയാണ്, ഇതിൻ്റെ ആവശ്യമില്ല. ഇവർക്ക് ഈ പിന്നെ ഇലക്ഷന് മുമ്പ് പിന്നെ ഈ ഒരു വാഗ്ദാനം കൊടുത്തില്ലായിരുന്നു എങ്കിൽ പോലും സുന്ദരമായിട്ട് ഇത്രയും സീറ്റുകൾ തന്നെ അവർക്ക് കിട്ടുമായിരുന്നു. അതിലൊരു സീറ്റ് പോലും കുറയുമായിരുന്നു എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല ഇതുവരെയും ഞാൻ എങ്ങും സോഷ്യൽ മീഡിയയിലായാലും അല്ലാതെയായാലും എവിടെയും ഇതുപോലെ ഒരു സ്ത്രീകളും ഞങ്ങൾക്ക് KSRTCയിലോ ഇല്ലെങ്കിൽ അല്ലാതെ സൗജന്യ യാത്ര വേണമെന്ന് അവകാശപ്പെടുന്ന ഒരു രീതിയിലുള്ള ഒരു അവകാശവാദങ്ങളും ഞാൻ കേട്ടിട്ടില്ല. അതിനേക്കാളൊക്കെ എത്രയോ വലിയ പിന്നെ സമരങ്ങളുമൊക്കെ സ്ത്രീകളുടെ പേരിൽ നമ്മളിവിടെ നടന്നിട്ടുണ്ട്. ട്രിവാൻഡ്രത്തൊക്കെ ഈ അടുത്ത സമരം വരെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനൊരു അവകാശം ഒരു സ്ത്രീകൾ ഉന്നയിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എന്നിട്ടും കൊണ്ട് കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിൽ യാത്ര ചെയ്യുന്ന ലേഡീസെ പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. കുട്ടികളുണ്ട്, പിന്നെ ഈ പറഞ്ഞ ഒരുപാട് പ്രായമായവരുണ്ടാകാം, ഉദ്യോഗസ്ഥരുണ്ടാകാം. ഈ ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെയുള്ള ആൾക്കാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ പിന്നെ ഗവൺമെൻറ് സർവീസിലൊക്കെ ജോലി ചെയ്യുന്ന സീനിയറൊക്കെ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഇവരൊക്കെ ശരിക്കും പലർക്കും പിന്നെ എല്ലാവരുടെ കാര്യമല്ല പറയുന്നത്, എന്നാൽ പലർക്കും 1 ലക്ഷത്തിൽ കൂടുതൽ 1.5 അതിൽ കൂടുതലുമൊക്കെ സാലറി ഓരോ മാസവും മേടിക്കുന്ന വനിതാ ഉദ്യോഗസ്ഥരുണ്ട്. ശരിയല്ലേ? അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് അവർക്ക് എന്തിനാണ് ഈ ഒരു പറയുന്ന ഒരു സൗജന്യ യാത്ര എന്ന് പറയുന്നത്? പ്രത്യേകിച്ച് ഇങ്ങനെ ഈ കടം കയറി മുടിഞ്ഞു കിടക്കുന്ന ഒരു KSRTCയും കടത്തിന് മേൽ കടം കയറി മുടിഞ്ഞു കിടക്കുന്ന ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഇവർ എവിടുന്നോ ഇല്ലായ്മയിൽ നിന്ന് എവിടുന്നൊക്കെയോ കൊണ്ടുവന്ന് കോമ്പൻസേറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ആവശ്യം എന്താണ്? ഇത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവാത്തൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ച്. ഇപ്പോൾ ലേഡീസിനെ സംബന്ധിച്ച് പണ്ട് ഇതേപോലെ അവർ പല കാര്യങ്ങളിലും കണ്ടില്ലേ, പലരും ഇങ്ങനെ ലേഡീസിന് സമത്വം മറ്റേതാ മറിച്ചതാ. ഇന്നത്തെ കാലത്ത് നോക്കൂ, പല മേഖലകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആണുങ്ങൾ ചെയ്യുന്നതിനേക്കാൾ വളരെ എന്താ പറഞ്ഞാൽ നല്ല എഫിഷ്യൻ്റായിട്ട് വളരെ കഴിവോടുകൂടി ജോലി ചെയ്യുന്ന എത്രയോ സ്ത്രീകളെ നമ്മൾ കാണാൻ പറ്റും. ഇപ്പോൾ KSRTC തന്നെ എടുത്തു നോക്കാം. ചിലപ്പോഴൊക്കെ ഞാനിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ കാണുമ്പോൾ ഈ അതിലുള്ള ഈ വനിതാ കണ്ടക്ടേഴ്സില്ലേ, അവർ എന്ത് സ്മാർട്ടായിട്ടാണെന്നറിയാം ജോലി ചെയ്യുന്നത്.
ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ച് ആ ഒരു ജോലി കാണുമ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നു. നമ്മളെക്കൊണ്ട് ചെയ്യാനേ പറ്റില്ല എന്ന് എനിക്ക് തോന്നുമല്ല, ശരിയാണ്, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല, എന്നെക്കൊണ്ട് പറ്റാത്തൊരു ജോലിയാണ്. അവരെയൊക്കെ സംബന്ധിച്ച്, ആ ലേഡീസ് പിന്നെ കണ്ടക്ടേഴ്സിനെയൊക്കെ സംബന്ധിച്ച് അവർ എന്ത് സ്മാർട്ടായിട്ടാണ് രാവിലെ, ചില സമയത്തൊക്കെ രാവിലെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ 5 മണിക്കും 6 മണിക്കൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് അവർ ആ സമയത്ത് തന്നെ വന്ന് ജോലി തുടങ്ങുമ്പോൾ എത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ സഹിച്ചായിരിക്കും അവർ വരുന്നത്. അവർക്കൊരു ഫാമിലി ഉണ്ട്, കുട്ടികളുണ്ടാവും. അവരെന്തെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിച്ച് വന്നു. എന്നിട്ട് ആ ജോലിയും അത്രത്തോളം കഠിനമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. അപ്പോൾ എത്ര പേരെ ഇല്ലേ ഓരോ ദിവസവും കണ്ടവരെ മേയിച്ചില്ലെങ്കിൽ ആ ഒരു വളരെ ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണ്. അപ്പോൾ അതൊക്കെ വളരെ വളരെ നല്ല രീതിയിൽ കഴിവോടുകൂടി ചെയ്യുന്ന ലേഡീസ്. അതുപോലെ ആ ഒരു മേഖലയിൽ മാത്രമല്ല, എല്ലാ മേഖലകളിലും ലേഡീസ് അങ്ങേയറ്റം എല്ലാ കാര്യങ്ങളിലും അവർ കൃത്യമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊന്നും സത്യം പറഞ്ഞാൽ അതിൻ്റെയൊന്നും ഈ പറഞ്ഞ ഇവർക്കൊന്നും അങ്ങനെയുള്ള നിങ്ങളുടെ ഈ ഔദാര്യത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ എവിടുന്നെങ്കിലും ഇല്ലായ്മയിൽ നിന്നും കൊണ്ടുവന്ന് കടമെടുത്ത് കൊടുക്കേണ്ടതെന്നും ഈ പറഞ്ഞ എത്രയോ ലേഡീസ്, ഞാൻ തന്നെ നേരത്തെ പറഞ്ഞില്ലേ, എത്രയോ പേര് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് സോഷ്യൽ മീഡിയയിലായാലും അല്ലാതായാലും എത്രയോ ലേഡീസ് തന്നെ തുറന്ന് പറയുന്നുണ്ട്. പിന്നെ പിന്നെ ചിലരത് പറയാൻ ധൈര്യം കാണിക്കുന്നു, ഇല്ലെങ്കിൽ താല്പര്യം കാണിക്കുന്നു. മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കയ്യിൽ കാശുണ്ടെന്നുണ്ടെങ്കിലും സൗജന്യം കിട്ടിയതല്ലേ, സന്തോഷം, അത് അവർ ഈടാക്കുന്നു ഇല്ലെങ്കിൽ അനുഭവിക്കുന്നു. പിന്നെ ഏറ്റവും താഴെയുള്ളൊരു കാറ്റഗറി കാശ് പിന്നെ വളരെയധികം ബുദ്ധിമുട്ടുന്നവരുണ്ട്, അവർക്കതൊരു അനുഗ്രഹമാണ്. ശരിയല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്തായിരുന്നു ചെയ്യേണ്ടത്? നിങ്ങൾക്കിനി ഇങ്ങനെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു, വേറെ എന്തെല്ലാം വഴികളുണ്ടായിരുന്നു ഇല്ലേ? നമ്മൾ എന്താണെന്നറിയോ, ഈ ഇല്ലാത്ത കാശ് ഇല്ലായ്മ, ഈ കടം കയറി മുടിഞ്ഞു നിൽക്കുമ്പോൾ എവിടുന്നെങ്കിലും വീണ്ടും ഈ കടം എന്ന് പറയുമ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നികത്തപ്പെടുന്നത്? നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ഈ ചിന്തിക്കുന്ന നമ്മളുടെ കയ്യിൽ നിന്ന് തന്നെയല്ലേ ഇതെല്ലാം പോകുന്നത്, ശരിയല്ലേ? ഇവരുടെ വീട്ടിൽ നിന്നോ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ശൂന്യതയിൽ നിന്നും കൊണ്ടുവരുന്ന കാശൊന്നും അല്ലല്ലോ തോന്നുന്നു. ഇതൊക്കെ ഒരു രീതിയിലല്ലെന്നുണ്ടെങ്കിൽ വേറൊരു രീതിയിലാണെന്നുണ്ടെങ്കിൽ ഈ നമ്മളിൽ നിന്ന് തന്നെ, സാധാരണക്കാരായിട്ടുള്ള നമ്മളുടെ കയ്യിൽ നിന്ന് തന്നെയല്ലേ ഇവരിതെല്ലാം പിടിക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ഈ 800 കോടി രൂപ വേറെ ഏതെല്ലാം രീതിയിൽ വിനിയോഗിക്കാമായിരുന്നു അല്ലേ? ഈ KSRTCയിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൗജന്യ യാത്ര കൊടുത്തോളൂ, ഒരു മാനദണ്ഡം കൊണ്ടുവരൂ ഇല്ലേ? എന്തെല്ലാം കാര്യങ്ങൾ, പക്ഷേ അതിനൊക്കെ ആർജവം വേണം. അപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ ഈ മാനദണ്ഡം എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ നമുക്ക് ആൾക്കാരെ കണ്ടെത്താൻ, ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മുടെ കേരളത്തിൽ നമ്മൾ പലപ്പോഴും പത്രങ്ങളിലൊക്കെ ഈ കാണാറുള്ള, അതായത് ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, അതായത് ഈ അവയവം മാറ്റിവെക്കുന്ന ഈ സർജറികളൊക്കെ ഇല്ലേ നടക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് കേസുകൾ വരുന്നുണ്ട്. ഇഷ്ടംപോലെ കേസുകൾ നമുക്ക് ഓരോ ദിവസവും പത്രങ്ങളിലും അല്ല സോഷ്യൽ മീഡിയയിലും ഒക്കെ കാണാൻ പറ്റും. ഈ അവയവം മാറ്റിവെക്കാനൊക്കെ ഒരുപാട് സന്നദ്ധ സംഘടനകളായാലും ഇല്ലെങ്കിൽ നമ്മളുടെ പിന്നെ ഫ്രണ്ട്സ് വഴിയായാലും നാട്ടുകാർ വഴിയായാലും ഒക്കെ ആദ്യം നല്ല രീതിയിലൊക്കെ പിരിവൊക്കെ നടത്തി കുറേ ലക്ഷങ്ങളൊക്കെ ഉണ്ടാക്കി അവർക്ക് പിന്നെ അവയവം മാറ്റിവെക്കാൻ ആവശ്യമായിട്ടുള്ള ചിലപ്പം ഒരു പരിധി വരെയൊക്കെ എല്ലാവർക്കും അവരെ സഹായിക്കാൻ പറ്റും ഇല്ലേ? അതൊക്കെ അങ്ങ് നടന്നു പോകും. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് കഴിഞ്ഞതിന് ശേഷം, ഈ സർജറി കഴിഞ്ഞതിന് ശേഷം എന്തു ചെയ്യും? പിന്നെ ഈ പറയുന്ന ഈ അവയവം മാറ്റിവെച്ച് കഴിഞ്ഞതിന് ശേഷം ഓരോ മാസവും ഏകദേശം ഒരു ഫസ്റ്റ് ഇയർ, ആദ്യത്തെ വർഷമാണെന്നുണ്ടെങ്കിൽ ഏകദേശം 30,000 രൂപ വരെ മരുന്നിന് വേണ്ടി മാത്രം ചിലവ് വരുമെന്നാണ് പറയുന്നത്. 30,000 രൂപ ആലോചിച്ച് നോക്കൂ. രണ്ടാം വർഷം മുതൽ അത് ഏകദേശം 15,000 രൂപ വരെ ആവും, ചിലവ് കുറച്ചുകൂടെ കുറയും. ആദ്യത്തെ വർഷം എന്ന് പറയുന്നത് ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ഈ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ഫോറിൻ ബോഡി വന്നു കഴിഞ്ഞാൽ, അതായത് പുറത്തുനിന്നുള്ളൊരു പുതിയൊരു സാധനം വന്നു കഴിഞ്ഞാൽ ശരീരം അതിനെ റിജക്റ്റ് ചെയ്യും. ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ആ റിജക്റ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു പുതിയൊരു വസ്തുവിനെ ശരീരം റിജക്റ്റ് ചെയ്യാതിരിക്കുവാനൊക്കെ ഉള്ള മരുന്നുകളൊക്കെ, അതിനാണ് ആദ്യത്തെ വർഷം ഏകദേശം 30,000 രൂപ വരെ ചിലവ് വരുമെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിന് ഇപ്പോൾ ഇത്രയും വലിയ ട്രീറ്റ്മെൻറ്റും സർജറിയും അതിൻ്റെയൊക്കെ ചിലവുകളെല്ലാം ഇങ്ങനെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ഫാമിലിയെ സംബന്ധിച്ച് ഈ സർജറി കഴിയുന്നവരെ ആരെങ്കിലും ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യാൻ കാണും. പക്ഷേ അതിന് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് ഈ നാട്ടുകാർക്കായാലും കൂട്ടുകാർക്കായാലും ഒക്കെ അതിനൊക്കെ ഒരു പരിധിയുണ്ട് അല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കും? അത് കഴിഞ്ഞതിന് ശേഷം ഇവരൊക്കെ കാശിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുന്നവരാണ്, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നവരായിരിക്കും ഈ സർജറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം.
അപ്പോൾ ഈ 30,000 രൂപയെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അതിഭയങ്കര ഒരു തുകയായിരിക്കും ആ സമയം. അപ്പോൾ എന്ത് ചെയ്യാം? അപ്പോൾ എന്നാൽ ചോദിക്കും ഗവൺമെൻറ്റിൻ്റെയൊക്കെ സഹായങ്ങളില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഗവൺമെൻറ് ഒരു ഒരു അതായത് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞതിന് ശേഷം ഒരു കാരുണ്യ സ്പർശം എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റി ഫാർമസി വഴി, കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി വഴി ഇവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്ന് ഏറ്റവും വില കുറച്ച് കൊടുക്കും. അതാണ് ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത്. അത് കാരുണ്യ സ്പർശം എന്ന അതിൻ്റെ പേര്. അപ്പോൾ അതെന്താ ചെയ്യുക? അത് ഈ തിരഞ്ഞെടുക്കപ്പെട്ട കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസികൾ വഴി എന്ത് ചെയ്യുന്നു? ഈ ആവശ്യമുള്ള മരുന്നുകൾ ഈ അവയവം മാറ്റിവെച്ച് കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അവർ ഏറ്റവും വില കുറച്ച് കൊടുക്കും, സൗജന്യമായിട്ടല്ല. അപ്പോൾ ഈ 30,000 മരുന്ന് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ 15,000 രൂപയ്ക്കൊക്കെ ചിലപ്പം കുറച്ച് കൊടുത്തപ്പെട്ടേക്കാം, എനിക്കറിയില്ല. ഞാനൊരു നേർപകുതി അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ എങ്കിലും അത് ഒരു വലിയ തുകയല്ലേ? ഒരു 15,000 രൂപ എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു ഫാമിലിയെ സംബന്ധിച്ചൊരു വലിയ തുകയാണ്, ശരിയല്ലേ? പിന്നെ വീണ്ടും വേറെ ഒരു പദ്ധതിയോടെ പറയുന്നുണ്ട്, സമാശ്വാസം പദ്ധതി എന്ന് പറയും. സമാശ്വാസം പദ്ധതി എന്ന് പറയുന്നത് അത് ഈ ലിവർ, നമ്മുടെ കരളും കിഡ്നിയാണെന്ന് തോന്നുന്നു, 2 ഓർഗൻ മാറ്റി വെക്കപ്പെട്ട ആൾക്കാർക്ക് അതും ഒരു മാനദണ്ഡം പറയുന്നുണ്ട്. 1,00,000 രൂപയിൽ വാർഷിക വരുമാനം അതിനുള്ളിലായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഒരു മാസത്തിൽ 1,000 രൂപ വീതം എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെൻറ് സഹായം നൽകുന്നുണ്ട്. എന്താകാനായി 1,000 രൂപയൊക്കെ നൽകിയിട്ട്? അപ്പോൾ പിന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ആ ഒരു ഫണ്ടിൽ നിന്ന് അത് MLA-മാരുടെ സ്പെഷ്യൽ റിക്വസ്റ്റ് വഴി ഒക്കെ സഹായങ്ങളൊക്കെ കിട്ടും. പക്ഷേ ഇതൊന്നും ഈ പറയുന്ന കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഇതൊന്നും അവർക്കൊന്നും അതൊന്നും തികയത്തൊന്നുമില്ല. അവരൊക്കെ അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇവരെ പോലുള്ള ഫാമിലികളെ കണ്ടെത്തി അതിലെ ഈ പേഷ്യൻറ്റിന് മാത്രമല്ല മുഴുവൻ ആൾക്കാർക്കും കൊടുക്കണം സൗജന്യ യാത്ര. KSRTC നിങ്ങൾക്ക് അങ്ങനെ ഒരു യാത്ര കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് ഇതൊരു വലിയ അനുഗ്രഹമായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ച് ട്രീറ്റ്മെൻറ്റ് ആവശ്യങ്ങൾക്കായിട്ടായാലും അല്ലാതെ ഇപ്പം അവിടുത്തെ ഒരു ഫാമിലി, അങ്ങനെയുള്ള ഒരു ഫാമിലിയിൽ ഒരാൾ ജോലിക്ക് പോകുന്നുണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അയാളായിരിക്കുമല്ലോ അവിടുത്തെ ആ ഒരു ബ്രെഡ് വിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ അയാളെ സംബന്ധിച്ച് അയാൾ എല്ലാ ദിവസവും പോയിട്ട് വരുന്ന ആ ഒരു ചെറിയൊരു തുക അവർക്കൊരു ദിവസം മാറ്റി വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം അവർക്കൊരു ചെറിയൊരു തുക മരുന്ന് മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അതേപോലെ ആ ഫാമിലിയുള്ള മുഴുവൻ ആൾക്കാർക്കും ഒരു ഫാമിലി 4 പേരുണ്ടെന്നുണ്ടെങ്കിൽ ആ 4 പേർക്കും സൗജന്യ യാത്ര കൊടുക്കണം. അതേപോലെ ഈ പറഞ്ഞ ക്യാൻസർ പേഷ്യൻസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവർക്ക് എനിക്ക് തോന്നുന്നു സൗജന്യമായിട്ട് യാത്ര അനുവദിക്കുന്നുണ്ടെന്ന് തോന്നും. അത് എത്ര പേർക്കാണെന്നൊന്നും അറിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുഴുവൻ പേർക്കും കൊടുക്കണം, ആ ഫാമിലിയുള്ള മുഴുവൻ ആൾക്കാർക്കും കൊടുക്കണം. എങ്കിലേ ആ ഫാമിലിക്ക് എന്തെങ്കിലും ഒരു മെച്ചം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് വലിയ മെച്ചം ഉണ്ടാവുമെന്നല്ല, എങ്കിൽ ഇപ്പോൾ ഒരു ആശ്വാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യുക? ഇതിന് അർഹരായിട്ടുള്ള ആൾക്കാരെ അവിടെ ആണും പെണ്ണും വ്യത്യാസമൊന്നും ഉണ്ടാകണ്ട. ഇല്ലെങ്കിൽ വേറെ വഴി ഉണ്ടായിരുന്നല്ലോ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഏജ് നിങ്ങൾക്കൊരു മാനദണ്ഡമായിട്ട് വെച്ച് ഒരു 70 years വേണം. 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും ഇല്ലേ? വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതോടൊപ്പം വേണമെന്നുണ്ടെങ്കിൽ അവിടെ വേണേ. പക്ഷേ അത്രയും പോലും ഞാൻ അങ്ങനെ വേണമെന്ന് പോലും ഞാൻ അങ്ങനെ ഒരു ഇത് പറയില്ല. കാരണം 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരുപാട് സാമ്പത്തിക നല്ല രീതിയിൽ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും അതിലും നല്ലത് എനിക്ക് തോന്നുന്നു ഈ രീതിയിലുള്ള ഇങ്ങനെയുള്ള ഈ സാമ്പത്തികമായി വളരെയധികം അസുഖങ്ങളായിട്ടൊക്കെ ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഫാമിലീസിനെയൊക്കെ കണ്ടുപിടിച്ചിട്ട് ഇവരുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും സൗജന്യ യാത്രകളൊക്കെ നൽകിയിരുന്നെങ്കിൽ അത് ആ കൊടുക്കുന്ന നിങ്ങൾ കണ്ടെത്തുന്ന അതിന് നിങ്ങൾ എന്തായാലും അങ്ങനെ ചെയ്യുമ്പോഴും ഈ ഗവൺമെൻറ് എന്ത് ചെയ്യണം? ഈ KSRTCയുടെ ഈ ഒരു അധിക ബാധ്യത ഏറ്റെടുത്തിട്ടേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഏറ്റെടുക്കുന്ന ആ തുക അത് 800 കോടിയായാലും അതിന് മേലായാലും അതിന് താഴെയായാലും ആ തുകയ്ക്ക് ആ കണ്ടെത്തുന്ന നിങ്ങൾ ഇല്ലായ്മയിൽ നിന്നും കണ്ടെത്തുന്ന ആ ഒരു തുകയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ടെന്ന് ഒരർത്ഥവും ഒരു മൂല്യവും ഉണ്ടായേനെ. ശരിയല്ലേ? അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഇത് ചുമ്മാതെ ലേഡീസിന് മുഴുവനായിട്ട് 1,00,000 രൂപ സാലറി മേടിക്കുന്നു, 2,00,000 രൂപ സാലറി മേടിക്കുന്നവർക്കും അല്ലാതെ സാലറി മേടിക്കുന്നവർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ കഴിയുന്നവർക്കും ഭൂസ്വത്തുള്ളവർക്കും എല്ലാവർക്കും എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ ബാധ്യത തീർക്കാനായിട്ട് കടത്തിന് മേൽ മുങ്ങി നിൽക്കുന്ന ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? എവിടുന്നോ ഇല്ലായ്മയിൽ നിന്ന് 800 കോടി കൊണ്ടുവന്ന് ഇങ്ങോട്ടിടുന്നു. ഇതിനകത്തൊക്കെ എന്തർത്ഥമുണ്ട്? എന്തെങ്കിലും ഒരു ലോജിക്കോ ഒരു അർത്ഥമോ ഉള്ള കാര്യങ്ങളാണോ ഈ ചെയ്യുന്നത്? ഞാനൊരു രാഷ്ട്രീയ ഒരു പാർട്ടിയെ ഞാൻ വിമർശിക്കുന്ന അങ്ങനെ ആ ഒരു രാഷ്ട്രീയ ലാക്ക് വെച്ച് ഞാൻ പറയുന്നതൊന്നുമല്ല. എനിക്കൊരു വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമൊക്കെ ഉള്ള ആളാണ്.
എങ്കിൽ പോലും ഞാനങ്ങനെ ഒരു ഇതൊരു ഈ ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിർത്തേണ്ട കാര്യം തന്നെയാണ്. ഗവൺമെൻറ് മാറി ചിന്തിക്കണം. ഇപ്പം ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഇടുന്നു, ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ പലരും, ഒരാളല്ല, ഞാൻ ഇട്ട് കഴിഞ്ഞാൽ കൂടിപ്പോയി എത്ര പേര് ഉണ്ടാവും? വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ കാണുള്ളൂ. അതേസമയം ഇതേ സമാന ചിന്താഗതിയുള്ള എല്ലാവരും ഇതൊക്കെ ഇങ്ങനെ അവനവൻ്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും കാണും ഇതൊക്കെ. സോഷ്യൽ മീഡിയയിലൂടെയാണല്ലോ ഇപ്പോൾ ഒരു പുതിയൊരു വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഐഡിയാസ് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഗവൺമെൻറ് തന്നെ മാറി ചിന്തിക്കണം. ഇതൊന്നും ഇങ്ങനെ തുടർന്നു കൊണ്ടുപോകേണ്ട കാര്യങ്ങളൊന്നുമല്ല. ഈ ലേഡീസിനോട് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞല്ലോ എനിക്കവർ എന്തെങ്കിലും പ്രത്യേകിച്ച് അവർക്ക് ഈ സൗജന്യ യാത്ര കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ പക്ഷേ ഈ ഒരു ഇതിൻ്റെ വശം ഇതാണ്, നമ്മൾ ഇത്രയും കടത്തിന് മേൽ കടങ്ങളായിട്ട് നിൽക്കുന്ന സമയത്ത് പിന്നെ എന്നാൽ ചോദിക്കും, ഞാൻ വേറെ ഒരു ഇതേപോലെ വേറെ ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യത്ത് കുറച്ചാളുണ്ടായിരുന്ന സമയത്ത് അവിടെ ഒരു സിസ്റ്റം ഉണ്ട്. അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർലി ബേഡ് എന്ന് പറയും. അതായത് മിഡ് നൈറ്റ് മുതൽ രാത്രി എനിക്ക് തോന്നുന്നു 12 മണി മുതലാണെന്ന് തോന്നുന്നു, ആ സമയം മുതൽ രാവിലെ 7 മണി വരെ അവിടെ സൗജന്യം പൂർണ്ണമായിട്ടും. അത് ഇന്നാരെന്നൊന്നുമില്ല, എല്ലാവർക്കും സൗജന്യ യാത്രയാണ്. അത് ട്രെയിനായാലും ട്രാമായാലും ബസ്സായാലും എല്ലാവരും സൗജന്യ യാത്രയാണ്. അവിടെ ഏർലി ബേഡ് എന്ന് അതിന് പറയുന്നത്. അതിനൊരു ടിക്കറ്റിൻ്റെ പേരാണ് ഏർലി ബേഡ് ടിക്കറ്റ് എന്ന് പറയാം. പക്ഷേ നമ്മൾ ഈ ടിക്കറ്റ് കൈ വെച്ചിരിക്കണം, ഇല്ലെങ്കിൽ ഫൈൻ അടിക്കും. നമ്മൾ ഈ സൗജന്യ യാത്രയെന്ന് പറഞ്ഞാൽ ട്രെയിനിൽ കയറിയിട്ട് ടിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഈ ഏർലി ബേഡ് എന്ന് പറഞ്ഞ ടിക്കറ്റ് നമ്മൾ കയ്യിൽ വെച്ചിരിക്കണം, അത് കൃത്യമായിട്ട് വാലിഡേറ്റ് ചെയ്തിരിക്കണം. എടുത്ത് കൈ വെച്ചിട്ടും കാര്യമില്ല. അതൊക്കെയാണ് അത് കൂടുതൽ ഞാൻ പറയുന്നില്ല. അത് നമ്മൾ ടിക്കറ്റ് കയ്യിലെടുത്ത് കഴിഞ്ഞാൽ ഒരു വാലിഡേറ്റ് ചെയ്യുന്ന മെഷീനുണ്ട്. ആ മെഷീനിൽ വാലിഡേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ട്രെയിനിൽ കയറാൻ. ആ ടിക്കറ്റ് ചെയ്തിരുന്നാൽ പോലും ഫൈൻ അടിക്കും. അപ്പോൾ വാലിഡേറ്റ് ചെയ്തില്ലെങ്കിൽ ഫൈൻ അടിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആ 12 മണി മുതൽ രാവിലെ 7 മണി വരെ അവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യുന്നുണ്ട് എന്നാൽ ചോദിക്കും, ഈ സമയത്ത് എത്ര പേര് യാത്ര ചെയ്യാനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ യാത്രകളുണ്ട് അവിടെ. ഞാൻ രാവിലെ 5 മണിക്കാണ് അവിടെ ട്രെയിനിൽ കയറുന്നത്. കയറി കഴിഞ്ഞാൽ 6:30 6:45 ഞാൻ സ്റ്റോപ്പിൽ ഇറങ്ങും. എൻ്റെ കമ്പനി അവിടെ അടുത്താണ്, ഞാൻ അങ്ങോട്ട് നടന്നു പോകും. അപ്പോൾ രാവിലത്തെ യാത്ര എനിക്ക് ഫ്രീ ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ അന്ന് ആ രാജ്യം അത് വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യമാണ്. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് 24 hours വേണേൽ ഫ്രീ കൊടുക്കാം. അത്രയ്ക്ക് സമ്പന്ന രാജ്യമാണ്. പക്ഷേ അവർ ചെയ്യുന്നില്ല, അവരത് ചെയ്യത്തില്ല. അവരെന്താണ്, അവർ നിശ്ചിത സമയം വെച്ച് അവർ എന്ത് ചെയ്യുന്നു, അത്രയും സമയം അത് ഫ്രീ കൊടുക്കുന്നു. അത് ഗവൺമെൻറ്റിൻ്റെ ഔദാര്യമാണ്. നമ്മുടെയൊക്കെ വനിതകൾ, ഇപ്പോഴും നമ്മുടെ വനിതകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവരൊന്നും കടന്നില്ലാത്ത മേഖലകളൊന്നുമില്ല. എല്ലാ മേഖലകളിലും സകല സ്ഥലങ്ങളിലും പുരുഷന്മാരെക്കാൾ വളരെ ഭംഗിയായിട്ട് ജോലി ചെയ്യുന്നത് പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് വനിതകളാണ്. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് അവർക്കെന്തിനാണ് ഈ പറഞ്ഞ ഈ പറഞ്ഞ ഔദാര്യം എന്തിനാണ്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പല സ്ത്രീകളും ധൈര്യത്തോടെ തന്നെ ഇപ്പോൾ അത് പറയുന്നുണ്ട്. അപ്പോൾ നാളെ ഒരു കാലത്ത് ഒരു വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരുവാണെങ്കിൽ ചെയ്യാമല്ലോ. ഇപ്പം ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് നമ്മുടെ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് നമ്മൾ നല്ല സമ്പന്നരാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ ആരും അതിനെ ചോദ്യം ചെയ്യുകയോ ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുകയൊന്നുമില്ല. ഇതെന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ ഈ കാര്യങ്ങൾ നമ്മുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി വെച്ച് നോക്കുമ്പോൾ എന്തിനാണ് എന്നുള്ളതാണ് അതിൻ്റെ ആവശ്യകത ഇല്ല. ഇനി ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് തുടങ്ങി വെച്ചു, അവരൊരു വാഗ്ദാനം കൊടുത്തു. ആ വാഗ്ദാനം അവർ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇലക്ഷൻ റിസൾട്ട് വരുന്നു, അവർക്ക് വലിയ വിജയം വരുന്നു. അപ്പം പിന്നെ അത് തീർച്ചയായിട്ടും നടപ്പിലാക്കിയേ പറ്റുള്ളൂ. അവർ നടപ്പിലാക്കുന്നു, ഓക്കെ. പക്ഷേ ഇനി മാറി ചിന്തിക്കാനൊക്കെ ഇഷ്ടംപോലെ സമയമുണ്ട്. അത് പലപ്പോഴും പല കോണുകളിൽ നിന്നും ആവശ്യം ഉന്നയിക്കപ്പെടുന്നുമുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു കാര്യം അത് ഈ സൗജന്യ യാത്ര, പ്രിയദർശിനി എന്ന് പറയുന്ന എല്ലാ സ്ത്രീജനങ്ങൾക്കുള്ളൊരു സൗജന്യ യാത്ര എന്നത് അതൊന്ന് മാറി ചിന്തിച്ച് അത് അർഹരായിട്ടുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവരെ കണ്ടെത്തി അവർക്ക് സൗജന്യ യാത്ര അനുവദിക്കുക. അതാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഇത് എനിക്ക് തോന്നുന്നില്ല ഈ സ്ത്രീജനങ്ങളായിക്കോട്ടെ, അതല്ലെന്നുണ്ടെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് നമുക്കറിയാം, അതൊരു ചെറിയ കാര്യം നോക്കിയിരിക്കുകയാണ്. എന്താ പറയുക, അതിനെ വിമർശിക്കാനും അവരെ തരം താഴ്ത്താനും ഒക്കെ പരസ്പരം അത് പൊളിറ്റിക്കൽ ഇഷ്യൂസാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. കണ്ടില്ലേ, നമ്മൾ പ്രിയദർശിനി ഈ പറയുന്ന അവർ അനൗൺസ് ചെയ്തതിന് ശേഷം തുടങ്ങിയില്ല എന്ന് പിന്നെ ഒരു മാസം താമസിച്ചപ്പോൾ തന്നെ ഇവിടെ വേറൊരു രാഷ്ട്രീയ സംഘടനയുടെ പ്രതിഷേധം ഉണ്ടായി.
അതൊക്കെ അങ്ങനെയാണ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയല്ല വരുള്ളൂ. പക്ഷേ എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു പൊതുജനങ്ങളെ ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാവരും ഈ രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ടെന്നുണ്ടെങ്കിലും അതിൽ മാത്രം ഇങ്ങനെ കടിച്ചു തൂങ്ങി അതിൽ അന്ധമായിട്ട് വിശ്വസിച്ച് അങ്ങനെ നടക്കുന്നൊരു വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതിനുപരിയായിട്ട് എപ്പോഴും ഒരു സ്റ്റേറ്റിൻ്റെ ആയാലും രാജ്യത്തിൻ്റെ ആയാലും ഉന്നമനത്തിന് വേണ്ടി ചിന്തിക്കുന്ന, ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടി ചിന്തിക്കുന്ന ആൾക്കാർ അവരെപ്പോഴും നല്ലൊരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിനായിരിക്കും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഒരു തീരുമാനം ഒന്ന് പുനഃപരിശോധിച്ച് അത് വേണ്ട രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു എബോവ് 70% ആൾക്കാരും പൊതുജനങ്ങളും ഇതിനെ 100% സ്ത്രീജനങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള തെറ്റായ തീരുമാനങ്ങൾ വരുവാണെങ്കിൽ അതിനെ തിരുത്തപ്പെടാനുള്ള ആർജവം ഉള്ള ഗവൺമെൻറ്റുകളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നിർത്തുന്നു. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. നമസ്കാരം.